2004 ഈ സിനിമ വലിയ വിജയമായിരുന്നു. 5000 കോടി രൂപയിലധികം കളക്ഷൻ നേടിയ ഈ സിനിമ ഏതാണെന്നറിയാമോ? അതെ, മറ്റേതുമല്ല, ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. യേശു കർത്താവിൻ്റെ പീഡാനുഭവത്തെ സിനിമയായി ചിത്രീകരിച്ചപ്പോൾ അത് കണ്ടവരാരും കരയാതെ തിയേറ്റർ വിട്ട് ഇറങ്ങിയിരുന്നില്ല. അതിൽ യേശുവായി അഭിനയിച്ചത് ജിം കവിയസറായിരുന്നു. അതുപോലെ ഒട്ടനവധി കഴിവുറ്റ നടന്മാർ ആ സിനിമയിൽ അഭിനയിച്ചു. എന്നാൽ ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അതിലെ ബറാബാസിനെ കുറിച്ചാണ്. യഥാർത്ഥ പേര് പിയത്രോ സരൂപി. ഒരു നിരീശ്വരവാദിയായിരുന്ന ഇദ്ദേഹം ഈ സിനിമയിലെ ഈ രംഗം ചിത്രീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ആകെ മാറിമറിഞ്ഞു. സ്ക്രിപ്റ്റിൽ പറയാത്ത ഈ രണ്ടാമത്തെ നോട്ടം ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. അവിടെ ബറാബാസ് യേശുവിനെ നോക്കുകയാണ്, സരൂപി ജിമ്മിനെ നോക്കുന്നു. ഈ നോട്ടത്തിൽ അവിടെ സരൂപി പിന്നീട് തൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് എങ്ങനെയാണ്, അവിടെ ജിമ്മിനെയല്ല പിന്നെ കണ്ടത്, യഥാർത്ഥമായ യേശു കരുണയോടുകൂടെ തന്നെ നോക്കുന്നതാണ് കണ്ടത്. ആദ്യത്തെ നോട്ടത്തിന് ശേഷം അദ്ദേഹം സ്ക്രിപ്റ്റിൽ പറയാത്ത രണ്ടാമത്തെ ഒരു നോട്ടം കൂടി അദ്ദേഹം നോക്കി. അദ്ദേഹത്തിൻ്റെ ജീവിതം അന്നേ ദിവസം മാറ്റപ്പെട്ടു. നിരീശ്വരവാദിയായിരുന്ന അദ്ദേഹം യേശുവിൻ്റെ സ്നേഹത്തിലോട്ട് കടന്നു വന്നു. അദ്ദേഹം വിശ്വാസിയായി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഒരു സരൂപിയുടെ കഥയിൽ ഒതുങ്ങി നിൽക്കുവാനുള്ളതല്ല, മറിച്ച് നമ്മെ നോക്കുന്ന യേശു കർത്താവുണ്ട്, നമ്മെ കരുണയോടുകൂടെ നോക്കുന്ന യേശു കർത്താവുണ്ട്. ഈ നാളിൽ നമുക്ക് മടങ്ങി വരാം അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും. കാരണം നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു.